ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ചായയും കാപ്പിയും. സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കാരണം ഏർലി മോർണിംഗ് ഒന്നല്ല. ഇപ്പോൾ സമയം 7:30. ഓക്കെ, സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് എ സെലിബ്രേഷൻ വ്ളോഗ്. ഞാൻ കുറച്ച് കല്യാണങ്ങളും റിസപ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ നിങ്ങളുടെ കൂടെ എല്ലാവരും കൂടെ പോയിട്ട് കുറച്ച് ഫങ്ഷൻസും പിന്നെ കസിൻസും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേരുന്ന ഒരു കുട്ടി വ്ളോഗാണിത്. ഓക്കെ, സോ ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്ത ട്രെയിനൊന്നും എനിക്ക് കിട്ടിയില്ല, ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. സോ ഞാൻ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവർ വിളിച്ചിട്ട് പറഞ്ഞ് ആ ബസ് ക്യാൻസലാണ്, പകരം നിങ്ങൾക്ക് 7:30 AM ബസ് എടുക്കാം. പക്ഷെ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം മടിവാള പോയി കയറണം. ഞാൻ നാഗവര ടു മടിവാള ബസ്സിൽ വേണം പോകാൻ വേണ്ടി, കാരണം ഇവിടെ ഓട്ടോ ക്യാബൊക്കെ ഭയങ്കര കത്തിയാണ്. 500-600 rupees ആവും വൺ വേ. അപ്പം ഞാൻ വിചാരിച്ച് 7:30 ബസ് എന്തായാലും നടക്കില്ല, നിങ്ങൾ റീഫണ്ട് തന്നു. അപ്പോൾ അവർ റീഫണ്ട് പ്രോസസ്സ് ചെയ്തു. ഞാൻ ആ മെസ്സേജ് എടുത്ത് സുഖീനെ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ബസ്സൊക്കെ ക്യാൻസലായി, വേറെ ബസ്സൊന്നുമില്ല ഈ ടൈമിൽ, സോ ഐ എം നോട്ട് കമ്മിങ് അങ്ങനെ പറഞ്ഞു. സുഖി ഫുൾ സാഡാണ്. ഞാനും നിഷുവും കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലാനിങ് ഒക്കെ ചെയ്തത്. നിഷു എനിക്ക് വേറൊരു ബസ്സിൻ്റെ അത് അയച്ചു തന്നു, പക്ഷെ അത് ഭയങ്കര റേറ്റിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തിരിച്ചു പോണാ വേണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ബസ് നോക്കിയപ്പോൾ അതിൽ സീറ്റ് ഉണ്ടായിരുന്നു. 10:40 മടിവാളന്ന് ബസ്. ഇപ്പോൾ 7:30 ആയി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, ഓട്ടോ എടുത്തിട്ട് ബസ് സ്റ്റോപ്പിൽ പോകണം, ബസ് കയറി സിൽക്ക് ബോർഡ് പോകണം, സിൽക്ക് ബോർഡിൽ നിന്ന് ഓട്ടോ എടുത്തിട്ട് മടിവാള പോകണം. ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, സോ ഞാനൊരു വൈകുന്നേരം 4:45-5 മണിയാവുമ്പോൾ തിരുപ്പൂർ എത്തും. സോ തിരുപ്പൂരാണ് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ. തിരുപ്പൂരല്ല, തിരുപ്പൂരിൽ നിന്ന് വീണ്ടും ഒരു 1 hour ഒക്കെ പോകണം. സോ ലെറ്റ്സ് ഗോ ടുഗെദർ. ഓക്കെ, അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓട്ടോ എടുത്തു. ഇവിടുന്ന് ഓട്ടോ എടുത്തിട്ട്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഓട്ടോ എടുത്തിട്ട് നമ്മൾ ആദ്യം പോണത് നാഗവര ജംഗ്ഷനാണ്. ജംഗ്ഷനിൽ പോയിട്ട് 500 ബസ്, 500 എന്ന ബസ് നമ്പർ കയറി പോകണം. ഇവിടെയും ഞാനൊരു മണ്ടത്തരം ചെയ്തു ഗൈസ്. എപ്പോഴും ഞാനും ബസ്സും തമ്മിൽ ചേരുന്നില്ല, ഞങ്ങൾ ഫുൾ മണ്ടത്തരങ്ങളാണ് ചെയ്യണത്. ഞാൻ ആദ്യം ഒരു സ്റ്റോപ്പിൽ നിന്നില്ലേ, അവിടെ നിന്ന് ഞാൻ കയറി ഒരു 500 ഇനീഷ്യലുള്ള ഒരു ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് 500 ആണ്, പക്ഷേ ഇത് സിൽക്ക് ബോർഡ് പോവില്ല, ഇത് കടുകോടിയാണ് എന്ന് എന്നോട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറഞ്ഞു. ഈ മോർണിംഗ് പീക്ക് ടൈം ആയതുകൊണ്ട് നല്ല റഷ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ AC ബസ്സിലേക്ക് കയറാ പറഞ്ഞിട്ട് അങ്ങനെ കയറിയത്. പിന്നെ കല്യാൺ നഗർ ഇറങ്ങി അടുത്ത ബസ് കയറി സിൽക്ക് ബോർഡ് എത്തി. സിൽക്ക് ബോർഡ് കുറേ ബൻശങ്കരി ബസ്സായതുകൊണ്ട് കുറേ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തി. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ദൂരം നടന്ന് പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഈ കാണുന്ന തലശ്ശേരി കഫേയിൽ വന്നു. ഇത് മടിവാളയിലാണ്. ബസ്സിൽ യാത്ര ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനാണ്, അതുകൊണ്ട് ഞാൻ ഇടയിലൊന്നും കഴിക്കാനൊന്നും ഇറങ്ങില്ല. അപ്പോൾ ആദ്യം ഒരു പൊറോട്ടയും ഒരു ബീഫ് റോസ്റ്റും ഓർഡർ ചെയ്ത് കഴിച്ചു. നല്ല കനത്തിലിരിക്കട്ടെ വയറിലെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഷെയർ ഓട്ടോ എടുത്തു. സിറ്റീൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്ക് ഷെയർ ഓട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 60 രൂപേൻ്റെയാണ് ഫെയർ വെച്ചെങ്കിൽ നമുക്ക് 30 രൂപയ്ക്ക് കിട്ടും ഓട്ടോ. അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടൊരു ഷെയർ ഓട്ടോ എടുത്തിട്ടാണ് ബസ്സിൻ്റെ ബോർഡിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയിട്ട് ഇവിടെ ഈ ബസ്സിൻ്റെ ശ്രീബാല പറഞ്ഞിട്ടുള്ളൊരു ബസ്സായിരുന്നു. പക്ഷേ ഈ ബസ്സിൻ്റെ ഒരു അഡ്രസ്സും ഈ ഏരിയയിലില്ല, മീൻസ് ഒരു ബോർഡോ ഒന്നുമേ ഇല്ല. അപ്പം ഞാനാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, എവിടെ നിർത്തും എക്സാക്ട്ലി എന്നും അറിയില്ല. അവർ തന്ന നമ്പറിൽ വിളിച്ചിട്ടാണെങ്കിൽ ആരുമേ എടുക്കുന്നുമില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ നിന്നു. പിന്നെ കറക്റ്റ് 10:40 ബസ്സല്ലേ, ഒരു 10:15 ആകുമ്പോൾ ബസ്സുകാരെ വിളിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അവിടെ തന്നെ നിന്നാൽ മതി പറഞ്ഞു. പിന്നെ ഒരു 10 minutes ലേറ്റായിട്ട് ബസ് വന്നു. ബസ്സിൽ കയറി. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് സജസ്റ്റ് നെവർ ട്രാവൽ ബൈ എ ബസ് ഡ്യൂറിങ് ഡേ ടൈം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്ന് ഭയങ്കര ട്രാഫിക്ക്, പിന്നെ ഭയങ്കര വെയിൽ. പിന്നെ ഈ ബസ്സാണെങ്കിൽ ഒരു പഴയ ബസ്, നല്ല കട പറഞ്ഞിട്ട് എല്ലാ കുലുക്കും അറിയണ്ടായിരുന്നു. ചുമ്മാ സ്ലീപ്പർ എന്നൊക്കെ പേര്, അങ്ങനെ വെറുതെ കിടക്കണമെന്ന് തന്നെ ഉള്ളൂ. ഓക്കെ, എന്ത് ചെയ്യാം. പിന്നെ വേറെ കോമഡി എന്തായെന്ന് വെച്ചാൽ ഇത് പോണ വഴിക്ക് ലഞ്ച് ബ്രേക്ക് എവിടെയെന്ന് വെച്ചാൽ തൊപ്പൂരായിരുന്നു. തൊപ്പൂർ ലഞ്ച് ബ്രേക്കിന് വേണ്ടി നിർത്തി. ഞങ്ങൾ ഒരു 3-4 പെണ്ണുങ്ങൾ ലേഡീസ് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയപ്പോൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ പാമ്പ്. ലേഡീസ് ടോയ്ലറ്റിൽ പകൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ടോയ്ലറ്റിൽ പാമ്പ്. പിന്നെ നമ്മൾ അവിടെ ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ, അങ്ങനെ പോകുന്നു. സോ ഇതാണ് ഞാൻ അറ്റൻഡ് ചെയ്ത ഫസ്റ്റ് ഫങ്ഷൻ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടാണ്, നമ്മുടെ അനിയനാണ് ശരിക്കും, അനിയൻ്റെ ഫ്രണ്ട്. അപ്പം നമുക്ക് അനിയൻ. സോ മുത്തുവിൻ്റെ കല്യാണമായിരുന്നു. ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പൂരിൽ നിന്ന് തിരിച്ച് ഒരു 1 hour പോകണം കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് നിഷു ആണല്ലോ എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. അപ്പം ഞാനും നിഷു ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും എത്തി. സുഗി, സുഹൃത, വിമലെല്ലാം കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്, കുറച്ചധികം ലേറ്റായിട്ടാണ് എത്തിയത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവരെത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇത് നല്ല ഫണ്ണായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്റ്റേജിലൊക്കെ കയറിയിട്ട് മുത്തുവിനെ കുറേ ഫണ്ണാക്കി, അവനെ കുറേ കളിയാക്കി, റാഗിങ് ഒക്കെ പോലെയായിരുന്നു. നിങ്ങളെ കണ്ടു നോക്ക്. ഇങ്ങനത്തെ ഒക്കെ മാരേജസിന് പോകാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമുക്കൊരു സന്തോഷം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ആൾക്കാരനൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടാവും കാണുന്നുണ്ടാവുക, ചിലപ്പോൾ വർഷങ്ങൾ, ചിലപ്പോൾ മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. സോ എനിക്ക് പണ്ടൊന്നും മാരേജസിന് പോകാനേ ഇഷ്ടമായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ കുറേ ക്രൗഡുള്ളിടത്ത് പോകാനേ ഇഷ്ടമല്ല. ഇപ്പം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രൗഡിനെ ബോദർ ചെയ്യാറില്ല. ഞാൻ അവരുള്ള ഒക്കെ ഇഗ്നോർ ചെയ്യും. നമ്മളെ സർക്കിള്, നമ്മുടെ ഫ്രണ്ട്സ്, അവരെ മാത്രം നോക്കും. ബാക്കിയൊക്കെ അത്ര കെയർ ആക്കാറേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ കോൺഷ്യസ് ആകാതെ നമ്മൾ ഫ്രീ ആയി കംഫർട്ടബിളായി ഫ്രണ്ട്സിൻ്റെ കൂടെ, കസിൻസിൻ്റെ കൂടെ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഇനി അങ്ങോട്ടേക്ക് ഫുൾ വെഡ്ഡിങ് സീസണാണ് കേട്ടോ. ഇനി കുറേ വെഡ്ഡിങ് വീഡിയോസൊക്കെ വരും എൻ്റെ ചാനലിൽ. നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ വെഡ്ഡിങ് ഫിക്സ് ആയിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ടേക്ക് നിറയെ വെഡ്ഡിങ് ആയിരിക്കും. നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു സുഗീനെ. ഇവൻ നല്ല ലേറ്റായി ശരിക്കും പറഞ്ഞാൽ. അവർ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു, എന്നിട്ട് പോലും ഇത്ര ലേറ്റായി. അവർ ഇറങ്ങി, പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഭയങ്കര ലേറ്റായിട്ട് വന്നു. സോ ഇവിടെ ഞങ്ങൾ നൈറ്റ് റിസപ്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ് കേട്ടോ മാരേജ്. എന്താണ് പറയുക, എന്ത് മുഹൂർത്തമാണ്? ബ്രഹ്മ മുഹൂർത്തത്തിലാണ് മാരേജ്. അപ്പോൾ ഇവിടെ മുത്തു തന്നെ നമുക്ക് അക്കോമഡേഷനൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായി. അവൻ്റെ ഒരു മാമൻ്റെ വീട്, ആ ഫുൾ വീടേ നമുക്ക് തന്ന പോലെ. മാമൻ ആ ലൈറ്റ് ബ്ലൂ ഷർട്ട് ഇട്ട പുള്ളിക്കാരൻ്റെ വീടായിരുന്നു. പുള്ളിക്കാരൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഫാമിലീനൊക്കെ വേറെ എവിടേക്കോ മാറ്റി. ഫുൾ നമ്മൾ ഇത്രയും കാണില്ലേ, ഇപ്പോൾ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണില്ലേ, ഇതിൻ്റെ കൂടെ ഒരു 10 കൂടെ ആഡ് ചെയ്തോളൂ, +10. അത്രയും പേര് ഞങ്ങൾക്ക് ആ വീടേ അവർ വിട്ട് തന്നു കേട്ടോ. അങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാരിനും ഭയങ്കര താങ്ക്സ് ആയിട്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു അറിയില്ല, അവരുടെ ഫ്രണ്ട്സ് പോലും അല്ല നമ്മൾ, എന്നിട്ടും അവരുടെ ഫുൾ വീട് ഫുൾ ആക്സസ്സേ നമുക്ക് തന്ന പോലെയായിരുന്നു. ഒരു 4 ബെഡ്റൂം എന്തായിരുന്നു, 3 or 4 ബെഡ്റൂം, എല്ലാ ബെഡ്റൂമും, കിച്ചൺ, വീട് മൊത്തം. പിന്നെ കുറേ ടെറസ് ഉണ്ട്, കുറേ മുറ്റുണ്ടായിരുന്നു. സോറോനും കുറേ ഓടിക്കളിക്കാം. അവിടെ വേറെ 2 ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു, ഒരു റോട്ടും വേറൊരു ഡോഗും. പക്ഷെ അവരൊക്കെ കൂട്ടിലായിരുന്നു, അവരൊന്നും പ്രശ്നം ഉണ്ടാക്കിയില്ല. പ്രശ്നം ഉണ്ടാക്കിയൊക്കെ ഞങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, അപ്പം നല്ല ബഹളമായിരുന്നു. രാത്രി പാട്ടൊക്കെ വെച്ച് നല്ല ആർമാദിച്ച്. കുറേ പേരൊക്കെ ഇതിൽ ഉറങ്ങാണ്ട് കല്യാണത്തിന് വന്നവരുണ്ട്. കുറേ ആൾക്കാർ ഉറങ്ങാണ്ടിരുന്ന് കല്യാണത്തിന് പോണ സമയമായപ്പോൾ കടന്നുറങ്ങിയിട്ട് കല്യാണം കൂടാത്തവരുണ്ട്. സത്യം പറഞ്ഞാൽ കല്യാണം കണ്ടത് 7 ആൾക്കാരാണ് കേട്ടോ. ഞാൻ, സുഗി, സുഹൃത, നിഷു, പിന്നെ ആരൊക്കെയായിരുന്നു, കവിൻ, അങ്ങനെ ഞങ്ങൾ മൊത്തം ഒരു 7 പേര് മാത്രമാണ് വെഡ്ഡിങ് കാണാൻ പോയത്. ബാക്കി എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ ശക്തി കല്യാണം കഴിയാറാവുമ്പോഴത്തേന് എണീറ്റിട്ട് അമ്പലത്തിണ്ടായിരുന്നു. ഫണ്ണായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായ കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഞാനൊരു കുട്ടി യൂട്യൂബറായി എന്ന് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാർ, പിന്നെ ഫ്രണ്ടിൻ്റെ മാമൻ്റെ വൈഫ്, അതായത് അമ്മായി, അങ്ങനെ 2-3 പേരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ നല്ല ഫാനാണ് നിൻ്റെ വീഡിയോസ്, എല്ലാം കാണും, ഫസ്റ്റ് ലൈക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമ്പോഴാണല്ലോ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഉത്സാഹം വരുന്നത്. ഭയങ്കര വലിയ യൂട്യൂബറൊന്നും അല്ലെങ്കിലും ഇങ്ങനെ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് തിരിച്ചും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇൻട്രസ്റ്റ് ആവും. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിൽ മാത്രമല്ലേ യൂട്യൂബ് ചാനൽ വളരുള്ളൂ. അപ്പോൾ ഐ എക്സ്പെക്റ്റ് സപ്പോർട്ട് ഫ്രം യു ഓൾ. ആൻഡ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ ഇൻ ദ സെയിം വേ. താങ്ക് യു. ഇവരെത്തി, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ എത്തിയത്. ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെണ്ണും ചെക്കനും സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ വേഗം അവരിനൊക്കെ വെച്ച് നമ്മളെല്ലാവരും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. നിരഞ്ജൊക്കെ ആദ്യം ഉണ്ടായിരുന്നു, വിമൽ, സുഗി ആൻഡ് സുഹൃത, പിന്നെ സോറോ. ഇവരാണ് ലേറ്റായിട്ട് വന്ന ആൾക്കാർ.
ഇത് ഞാൻ സോറോനെ കാണുന്ന സീനാണ് കേട്ടോ. എനിക്ക് എപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സോറോനെ കാണുകയാണെങ്കിലും ഞാനും എക്സൈറ്റഡ് ആകും, സോറോയും എക്സൈറ്റഡ് ആകും. അപ്പം ഞാൻ വിളിച്ചത് കേട്ടിട്ട് സോറോ ഞാൻ എവിടെ നോക്കാൻ പോയതാട്ടാ. പക്ഷേ അപ്പുറത്തുനിന്നൊരു ഡോഗ് വരും. അപ്പോൾ സുഖി ആകെ പേടിച്ചിട്ട് സുഖി ഓടും. പക്ഷെ സോറോ ഇപ്പുറത്തെ സൈഡിൽ കൂടെ എന്നെ തിരഞ്ഞ് വന്നു, സ്മെല്ലെടുത്തിട്ട് വന്നു. സാധാരണ അവൻ വേറെ ഡോഗിനെ കണ്ടാൽ ആദ്യം ഡോഗിനെ ഓടിക്കാൻ പോകും. ഇത് ഞാൻ എൻ്റെ സൗണ്ട് കേട്ടതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. എൻ്റെ കുട്ടീൻ്റെ പുതിയ ലുക്ക് കണ്ടാൽ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടില്ലേ? ട്രിംഡ് ലുക്കാണ്. നിറയെ മുടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക, അവിടെ കുറച്ച് മോയിസ്റ്റ് അല്ലേ മഞ്ചൂരിൽ, മഴ പെയ്യും, മഞ്ഞ് അങ്ങനെയൊക്കെ. അപ്പോൾ പുല്ലിലൊക്കെ നടന്ന് വെള്ളമൊക്കെ ദേഹത്ത് ഇരുന്നിട്ട് അവൻ ലൈറ്റ് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളത് ഏർലി സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് പോയി മുടിയൊക്കെ ട്രിം ചെയ്തു. അപ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ, ക്യൂട്ടിപ്പായി. ഇതാണ് കേട്ടോ ആ വീട്, ഞങ്ങളെല്ലാവരും നിന്ന് പറഞ്ഞില്ലേ ആ വീടാണിത്. നമ്മൾ അവരെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് നമ്മളവർ വീടൊന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങളെത്തുമ്പോൾ താലികെട്ട് മാത്രം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സിന്ദൂരം തൊടുന്ന അവിടെ മുതൽ ഞങ്ങൾ കണ്ടു. കുങ്കുമം തൊട്ട് കൊടുക്കില്ലേ, അവിടെ മുതൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി. താലികെട്ട് മാത്രം ഞങ്ങൾ ജസ്റ്റ് മിസ്സ് പറഞ്ഞു. പിന്നെ ഇവിടെ തന്നെ ഒരു 4 കല്യാണം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ ആദ്യം പോയി ഏതാ പറഞ്ഞ് തിരഞ്ഞ് ആ സമയം കൊണ്ടാണ് ഞങ്ങൾക്ക് താലികെട്ട് മിസ്സായിപ്പോയത്. ഈ മൾട്ടിപ്പിൾ മാരേജ് നടക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമ്മളുടെ ആളെ എവിടെ പറഞ്ഞ് തിരഞ്ഞിട്ടിരിക്കണം. പക്ഷെ ഇത് അടിപൊളി അമ്പലമായിരുന്നു കേട്ടോ. കുറച്ച് സ്റ്റെപ്സൊക്കെ കയറിയിട്ടൊരു നല്ല മുരുകൻ ടെമ്പിൾ, എന്താണ് മുത്തുകുമാർ അങ്ങനെ എന്തോ ഒരു ടെമ്പിളാണ്. ഇതേ ടെമ്പിളിലാണ് കേട്ടോ എൻ്റെ അനിയൻ്റെ നിഷുവിൻ്റെ മാരേജ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ഫെബ്രുവരിയിൽ ഇവിടെ തന്നെ വരും കല്യാണത്തിന്. പക്ഷെ നല്ല ആംബിയൻസ്, നല്ല ടെമ്പിളായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു ഈ ഏരിയയിൽ. നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇവിടെ ഈ സ്റ്റെപ്പിൽ ഞങ്ങളെല്ലാവരും നിരന്നിരുന്നിട്ട് സൺറൈസൊക്കെ കണ്ടു. പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റോട് കൂടെ കല്യാണം അങ്ങനെ കഴിയണ പോലെ ആയിരുന്നു. അപ്പോൾ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിലിരുന്നു, ഇവർ അടുത്ത ട്രിപ്പിലാണ് ഇരിക്കുന്നത്. എനിക്ക് എല്ലാ ഫുഡും കൂടെ ഒരു ഫ്രെയിമിൽ കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാം ഒന്നിച്ച് വിളമ്പില്ലല്ലോ, ചൂടാറും പറഞ്ഞിട്ട്. സോ ഓരോന്നോരോന്നായിട്ടാണ് വിളമ്പണത്. അപ്പം ഞാൻ പിന്നെ ഫുള്ളൊന്നും എടുക്കാൻ നിന്നില്ല. ഫോക്കസ് ചെയ്യട്ടെ, ശക്തി കഴിക്കണത് ഫോക്കസ് ചെയ്യുക. അയ്യോ ശക്തിക്ക് വെക്കം വരുത്, சக்திக்கு வெக்கம் வந்துருச்சு. கவின் எப்படி இருக்கே சாப்பாடு? நல்லா இருக்கு. അങ്ങനെ ഈ മാരേജ് കഴിഞ്ഞു. ഇവിടെ നിന്ന് നമ്മൾ നേരെ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂരിലായിരുന്നു അടുത്ത 2 ഫങ്ഷൻസ്. ഇന്ന് റിസപ്ഷൻ, അടുത്ത ദിവസം മാരേജ്. അങ്ങനെ അപ്പോൾ ഇത് റിസപ്ഷൻ നൈറ്റാണ്. ഇത് സുഖിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ, പ്രശാന്തിൻ്റെ. സോ നമ്മളെല്ലാ ഫ്രണ്ട്സും പിന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒക്കെ പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു, റിലേറ്റീവ്സൊക്കെ. സോ എല്ലാവരുടെയും കണ്ടപ്പോൾ നമ്മളുടെ ഒരു ഗെറ്റ് ടുഗെദർ പോലെ. ഇവർ ഗ്യാങ്ങിന് പറയുന്നത് സംഘം ഗ്യാങ് എന്നാണ്. സുഖിൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട് കോയമ്പത്തൂരുള്ള. സോ മൊത്തം സംഘം ഗ്യാങ്, അവരുടെ വൈഫുകൾ, കുട്ടികൾ എല്ലാവരും കൂടെ ഉള്ളൊരു നല്ലൊരു ഫൺ നൈറ്റായിരുന്നു കേട്ടോ. ഫുൾ ഡാൻസും അതൊക്കെ ആയിട്ട് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മാരേജ് കുറേ ആചാരങ്ങളും പൂജകളൊക്കെ ഉള്ള ഒരു മാരേജ് ആയിരുന്നു. തലേ ദിവസം ഒന്ന് റിസപ്ഷൻ കഴിഞ്ഞിട്ടും പെണ്ണും ചെക്കനൊന്നും 1 hour ഉറങ്ങിയിട്ടുള്ളൂ. 1 മണിക്കും ഒക്കെ പൂജ തന്നെയായിരുന്നു. ഞാനും സുഹൃതൻ നിഷുവൊക്കെ വീട്ടിൽ പോയി. സുഖി മാത്രം തിരിച്ചും വന്നിട്ട് കുറേ നേരം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഏർലി മോർണിംഗ് ആവുമ്പോഴാണ് വന്നത്. പിന്നെ ഇവരുടെ കല്യാണം 7:30 എന്തോ മുഹൂർത്തമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 6 മണിക്ക് എണീറ്റ് റെഡിയായിട്ട് തിരിച്ചു മാരേജിന് വന്നു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കുറേ നാൾ കഴിഞ്ഞൊക്കെ കാണുക കുറേ പേരുണ്ട്. അപ്പോൾ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. ഇടയിൽ 2 പേര് 4 പേരൊക്കെ മാറി സംസാരിക്കും, പിന്നെ എല്ലാവരും സംസാരിക്കും. പിന്നെ ഇത് ഞങ്ങൾ സ്പെഷ്യൽ റിക്വസ്റ്റ് DJൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി പാട്ട് വെച്ച് തരാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒരു പൂജ കഴിഞ്ഞ് അടുത്ത പൂജേൻ്റെ ഇടയിലുള്ള ഒരു ബ്രേക്കായിരുന്നത്. ആ ബ്രേക്കിൽ ഞങ്ങൾ പാട്ട് വെച്ച് തരാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി. പക്ഷെ കുറച്ച് നേരം തന്നെ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അവർ അടുത്ത പൂജ സ്റ്റാർട്ട് ചെയ്യാറായി പറഞ്ഞു. പിന്നെ നമ്മൾ പാട്ടൊക്കെ ഓഫ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ DJ അവരെല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് പോയി. കാരണം ഇതിനി രാത്രി ഫുള്ള് പൂജ മാത്രമേ നടക്കാൻ പോകണുള്ളൂ. അപ്പോൾ മ്യൂസിക്കൊന്നും ഇനി വെക്കാൻ പറ്റില്ല. സോ നമ്മൾ കുറച്ച് പേരൊക്കെ ഡാൻസ് കളിച്ചു. സുഖി പിന്നെ എന്തായാലും കളിക്കാൻ വരില്ല. നിഷു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിൻ്റെ ഫോൺ താൻ, ഞാൻ വീഡിയോ എടുത്ത് തരാം, നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാമല്ലോ പറഞ്ഞു. എന്തിനാണെന്ന് വെച്ചാൽ അവന് സ്കിപ്പാക്കാൻ വേണ്ടിയിട്ട് ഡാൻസിൽ നിന്ന്. അപ്പോൾ അവൻ എൻ്റെ ഫോൺ എടുത്ത് പോയിട്ട് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് തന്നതാണ് ഇത്. സുഖിയും വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് മാറി നിന്ന്. ഇവർ 2 പേരും വന്നില്ല. കുറേ പേരൊന്നും വന്നില്ല. ഞങ്ങൾ കുറച്ച് പേര് ചുമ്മാ നിന്നിട്ട് കളിച്ചു.
എല്ലാവരും നമ്മളെ തന്നെ നോക്കിയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ നമ്മളതൊന്നും ബോധറേ ചെയ്തില്ല. പിന്നെ വിട്ട കല്യാണ ചെക്കനെ ഞങ്ങളുടെ കൂടെ വന്ന് തുള്ളും. അവന് ഭയങ്കര ഇഷ്ടം ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവന് വരാൻ പറ്റാത്തത് കൊണ്ട് അവിടെ മണ്ഡപത്തിൻ്റെ ഒരു സൈഡിലിരുന്നിട്ട് അവിടെ പൂജ നടന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന് എണീറ്റ് വരാൻ പാടില്ല പറഞ്ഞിട്ട് അവൻ വന്നില്ല. ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടെ കുറച്ച് പേരൊക്കെ കളിച്ചു, കുറച്ച് പേരൊന്നും കളിച്ചില്ല. പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഫ്രൈഡേ ആയിരുന്നു മാരേജ്. സോ കുറേ പേർക്കൊന്നും മാരേജിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും റിസപ്ഷന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മാരേജിന് ഇതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട് സർക്കിളിലെ പാതി പേരൊന്നും വന്നില്ല. കുറേ പേർക്ക് വർക്കിന് പോകണമായിരുന്നു, കുട്ടികൾക്ക് സ്കൂൾ, പിന്നെ വേറെ കുറേ ഫങ്ഷൻസ്. ഇത് മുഹൂർത്തം ടൈം ആയതുകൊണ്ട് കുറേ ഫങ്ഷൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് നല്ല ട്രാഫിക്കൊക്കെ കിട്ടിയിട്ടാണ് 10 minutes ഡിസ്റ്റൻസ് ഉള്ളിടത്തൊക്കെ ഞങ്ങൾ എത്തിയത് ഹാഫ് ആൻ അവർ എടുത്തിട്ടായിരുന്നു, കോയമ്പത്തൂരിൽ തന്നെ. സോ നല്ല ട്രാഫിക്ക് കിട്ടി. പിന്നെ കുറേ നാൾ കൂടിയിട്ട് മുഹൂർത്തം ഓപ്പൺ ആയേക്കണം അത്ര. മലയാളീസിൻ്റെ ആയാലും തമിഴ് പീപ്പിളിൻ്റെ ആയാലും. ഇത് ഞാൻ കുറച്ച് ഡാൻസ് ക്ലിപ്സ് കുറച്ച് അധികം ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു മെമ്മറി അല്ലേ, മെമ്മറി ആയിട്ട് ഇതിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. ഇനി ഞാൻ അടുത്ത ദിവസത്തെ ക്ലിപ്പ് കാണിക്കാം. ഇത് നെക്സ്റ്റ് ഡേ, അതായത് വെഡ്ഡിങ് ഡേ ആണ്. നമ്മളൊക്കെ ഒരു 7:15 7:20 ആയപ്പോൾ എത്തി. 7:30 കല്യാണം. പക്ഷെ എല്ലാവർക്കും എത്താൻ പറ്റില്ല. സെയിം ട്രാഫിക്ക്, ക്യാബ് കിട്ടിയില്ല, വണ്ടി കിട്ടിയില്ല. അങ്ങനെ കുറച്ച് പേരൊക്കെ ലേറ്റ് ആയിട്ടാണ് വന്നത്. നമ്മൾ ഉള്ളവരെല്ലാവരും സ്റ്റേജിലൊക്കെ കയറി നമ്മൾ അവരുടെ കൂടെ നിന്ന് ഫുൾ അരിയൊക്കെ എറിഞ്ഞ് ഫുൾ ഫൺ ചെയ്തു. ഇവർ ശരിക്ക് തെലുഗു പീപ്പിളാണ്. അതുകൊണ്ട് തന്നെ അവർ ദേ ആർ സെറ്റിൽഡ് ഇൻ തമിഴ്നാട് അങ്ങനത്തെ. സോ അവരുടെ കുറേ ആചാരങ്ങളും ആഫ്റ്റർ മാരേജ് ആണെങ്കിലും കുറേ ഗെയിംസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഡിഫറെൻ്റ് ആയിരുന്നു. ഇവരുടെ പൂജ, വെഡ്ഡിങ് എല്ലാമേ ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, ലഞ്ചും ഉണ്ട് കേട്ടോ. ഈ മാരേജിന് ലഞ്ചും കൂടെ കഴിഞ്ഞിട്ടാണ് മാരേജ് കഴിയുള്ളൂ. കാരണം കുറേ പേർക്കൊന്നും ഏർലി മോർണിംഗ് എത്താൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് ഇവർ ലഞ്ച് വരത്തേക്കുള്ള ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഓൺലി വെജിറ്റേറിയൻ ഐറ്റംസ് ആണ്. പക്ഷേ വെറൈറ്റീസ് കുറേ ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റി ഓഫ് ദോശ, മസാല ദോശ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേജിൽ കയറി നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ, ഇറ്റ്സ് ലൈക്ക് അവർ റിച്വൽ, നമ്മളെല്ലാവരും കൂടെ നിന്നിട്ടുള്ള. അപ്പോൾ പിന്നെ ക്യാമറാമാൻ നമ്മളടുത്ത് കുറേ ആക്ഷൻസൊക്കെ കാണിക്കാൻ പറഞ്ഞു, വീഡിയോനൊക്കെ വേണ്ടി, ഹൈലൈറ്റ്സിനൊക്കെ വേണ്ടി. അതെല്ലാം ചെയ്തു. ഞാനവിടെ ഇവരുടെ റിലേറ്റീവിൻ്റെ ഒരു ഗേളിൻ്റെ അടുത്ത് എൻ്റെ ഫോൺ കൊടുത്തിട്ട് പ്ലീസ് റെക്കോർഡ് ചെയ്ത് തരും. ഞാൻ ഫുൾ മലയാളത്തിലാട്ടോ സംസാരിച്ചത്. അത് കോമഡി ആയിരുന്നു. പുള്ളിക്കാരിക്ക് മനസ്സിലായാന്നറിയില്ല. ഞാൻ 0.5 എടുക്കണം, യൂട്യൂബിന് വേണ്ടിയിട്ട് എടുത്തു തരുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അവർ എടുത്തു തന്നു. താങ്ക് യു. എന്തായാലും കാണുന്നൊന്നുണ്ടാവില്ല, എനിക്കറിയില്ല അവരാരാണ്. പിന്നെ ഇത് നമ്മളുടെ ലഞ്ചായിരുന്നു. ലഞ്ചും കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ലഞ്ച് കഴിക്കാൻ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. സോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഗേൾസ് കുറച്ച് പേര് ലഞ്ച് കഴിക്കാൻ ഭയങ്കര ലേറ്റായി. ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 4-5 പേര് മാത്രം ഏറ്റവും ലാസ്റ്റ് ട്രിപ്പിലാണ് ഇരുന്നത്. ഇതായിരുന്നു ലാസ്റ്റ് ട്രിപ്പ് ആക്ച്വലി. ഇതിലാണ് ഇരുന്നത്. നല്ല ഫുഡ് തന്നെയായിരുന്നു. ബിരിയാണി ആയാലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താണെന്ന് ഞാൻ പറയട്ടെ. എനിക്ക് രസം, പപ്പടം, റൈസ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണ് മെയിനായിട്ട് കഴിച്ചത്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ടേക്ക് നമ്പർ 20-30 ആയിരിക്കും. ഇതുമല്ല ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാട്ടോ. ഞങ്ങൾ 6 പേരും കൂടെ പ്രാക്ടീസ് ചെയ്തത്. ഇവളും സാരി ആയിരുന്നു കേട്ടോ പ്രിയ. പക്ഷെ അവൾക്ക് ജോലിക്ക് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് മുന്നേ പോയിട്ട് ഡ്രസ്സ് മാറിയത്. അവൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാരില്ല പറഞ്ഞ് അങ്ങനെ എടുത്തു. തിരിച്ച് നമ്മൾ റൂമിലെത്തി. സോറോ എൻ്റെ പൂമാലൊക്കെ ഇട്ടിട്ട് നടക്കണത് കണ്ടതെങ്കിൽ ക്യൂട്ടായിട്ടില്ലേ? സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഞാൻ മാക്സിമം കട്ട് ചെയ്തിട്ട് ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. ബോറടിച്ചെങ്കിൽ സോറി. താങ്ക് യു. ബൈ.